ഗ്രീൻ സിഗ്നലില്ല. ഇത് മിന്നുമ്പോഴാണ് നമ്മ മനസ്സിലാക്കുക നമുക്ക് വണ്ടി പോവാം. ചില സ്ഥലങ്ങളിലെ നോ ഹോൺ സോൺ ഉണ്ട്. നോ ഹോൺ സോൺ അവിടെ നിന്ന് ഹോൺ അടിച്ചാൽ പ്രശ്നമാണ്. സ്ലോഗമാണ്, ഫൈനാണ്. അതുപോലെ മിക്ക സ്ഥലത്ത് വായിച്ചാൽ രാത്രി 8 മണി തൊട്ടിട്ട് ഹോൺ അടിക്കാൻ പോകാം. ആണോ? അത് നിയമത്തിലുണ്ട്. വീണ്ടും ആശാനയിലേക്ക് എത്തിയാണ്. ഇതാണ് ആശാന ഹോട്ടൽ. വണ്ടിയൊക്കെ കാണില്ല മാറോടൊക്കെ. ഗ്ലൗസ് ഒന്നും ഇടാത്തതിൻ്റെ കാരണം അതാണ്. ഞാനൊരു കയ്യിൽ ഗ്ലൗസ് ഇട്ടില്ല. നമ്മ ആശാനിൽ നിന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ടാണ് പോണത്. ഞങ്ങൾ കൂടുതലും ട്രിപ്പിലെടുത്തേക്കണ ബ്രഞ്ചാണ്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. ഹോട്ടലും ഡെവലപ്പിംഗ് ആണ് ഇവിടെ. ഡെവലപ്പിംഗ് ഹോട്ടൽ ആശാന. എ സിയിലെത്തിക്കുന്നു. എ സി ഇല്ല പക്ഷെ. ഇന്നലെ നമ്മൾ ലോക്കൽ അടിച്ചിരുന്ന സെയിം സ്ഥലം തന്നെയാണ് ഇത്. ഇതാണ് ഈ ഇടയായിട്ട് കുറച്ച് വെളുത്തിട്ടുണ്ടല്ലോ. കൈ കറുത്തു ചേച്ചി. ബിരിയാണി അല്ലേ കഴിക്കാമോ? ബിരിയാണി കഴിക്കാൻ മതി. ഹോട്ടലിൻ്റെ ഓണർ പുള്ളി ബിരിയാണി നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങൾ ഇന്നലെ ഇവിടെ വന്നിട്ട് താഴത്തിരുന്നിറങ്ങ. ചായ ഇന്ന് കിട്ടിയേക്കണത് ഇന്നലെ കിട്ടിയ കപ്പിലല്ല. ഇതാന എന്തോരം ഇടങ്ങേറി ഇട്ടിട്ടുണ്ട്. ഇതാന ആ ഇടങ്ങേറി ഷിഫു എടുത്ത് പറഞ്ഞോണ്ടിരിക്കുകയാണ്. എന്താണ് ഷിഫു എന്താ ചെയ്താ? ഇന്നലത്തെ ഒരു ഫീൽ കിട്ടിയില്ല. അതിന്റെ ഒരു ഫീൽ എല്ലാവർക്കും ഉണ്ട്. പഞ്ചാരില്ല. ഞാൻ ബ്ലോഗിങ്ങിലാണ്. ഇവിടെ നമുക്ക് ഫുള്ള് സിലിഗുരി കണ്ടിരുന്ന് അടിക്കാം. സോറി, കഴിക്കാം. കഴിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് വന്നേക്കണ ഹോട്ടലായിരുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ഉദ്ദേശിച്ച പോലെ എല്ലാവരും സെറ്റപ്പ് ഇപ്പൊ ഇന്ന് കിട്ടിയത്. മൊത്തം ആൾക്കാർ പറയും 24 hour എന്ന് പറയുമ്പോ ഒരിക്കലും ഒരേ ആൾക്ക് തന്നെ 24 hour നിന്ന് ചെയ്യാൻ പറ്റില്ലല്ലോ. ആൾക്കാരുടെ സർവീസ് അല്ല ഇന്നത്തെ ആൾക്കാരുടെ സർവീസ് മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. ഇന്നലെ കുടിച്ച ചായ ടേസ്റ്റ് അല്ല ഇന്നത്തെ ചായക്ക്. ഇന്നലെ കുടിച്ച ചായ ഗ്ലാസ് അല്ല ഇന്നത്തെ ചായയുടെ ഗ്ലാസ്. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഇതുവഴി വരികയെന്നുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്ന് ഓർത്ത് വന്നിട്ട് ഇവിടെ ടേസ്റ്റ് ഇല്ലാന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ടേസ്റ്റ് ഇല്ലാത്ത ദിവസം വന്നാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ടേസ്റ്റ് ഉള്ള ദിവസം വന്നാൽ ടേസ്റ്റ് ഉണ്ടാവും. ഇനി കുറച്ചും കൂടി ബുദ്ധിപരമായിട്ട് പറയാനാണെങ്കിൽ നിങ്ങൾ രാത്രി വന്ന് കഴിക്കുക. ഒരു 10 മണിക്ക് ശേഷം വന്ന് കഴിച്ചാൽ നിങ്ങൾക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണം കിട്ടും. ബിരിയാണി വരുമ്പോഴത്തേക്കും മാട്ടൻ ചായന്റെ ജീവിതത്തിൽ ഞാൻ കുടിച്ചിട്ടില്ല. സിലിഗുരിയില് ഫസ്റ്റ് നമ്മൾ എത്തിയപ്പോ ഒരു സ്ഥലത്തുനിന്ന് കുടിച്ചു. എന്റെ പൊന്നോ, അവിടുത്തെ ചായ ഞാൻ കുടിച്ച് തീർത്തില്ല. അവിടെ വെച്ചിട്ടുണ്ട് സാധനം. അയാൾ ഇപ്പോഴത് വെച്ചിട്ടുണ്ടാവും. അത് ആരെങ്കിലും കൊടുത്തിട്ടുണ്ടാവും. ഇപ്പൊ അയാൾ ആലു പൊറോട്ട ഉണ്ടായി. ആലു പൊറോട്ട ഇപ്പൊ ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഒരു പിച്ചിട്ടുണ്ട്. ഒരു അച്ചാറാന്നുണ്ട്. മാങ്ങയല്ലേ ഇതാണിത്? മാങ്ങയും തക്കാളിയും പച്ചമുളകും. പച്ചമുളകൊക്കെ ഉണ്ട്. സാധനങ്ങള ഇതാണ്. കഴിച്ചു നോക്കിയേ. കഴിച്ചു നോക്കിയേ. ആലു പൊറോട്ട
അതുകൊണ്ട് പുറത്തുള്ള ക്രിസ്പിനെസ് ഉണ്ട് കറക്റ്റ് ആ ഒരു നമ്മളുടെ പുറമേയുള്ള റൊട്ടി ചപ്പാത്തി അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് വന്നിട്ടുണ്ട് അതിൻ്റെ ഉള്ള ആലും മിക്സ് ചെയ്തിരിക്കുന്നതുകൊണ്ട് കറക്റ്റ് ഒരു പോർഷനിലേക്ക് അത് കാര്യങ്ങൾ വന്നിട്ടുണ്ട് ചെറിയൊരു മഞ്ഞപ്പൊടിയുടെ കുത്തുണ്ട അത് അറിയാനും നൂല് ഞാൻ കഴിച്ചോളാം അച്ചാറും കൂടി തിന്നാ മതി. അപ്പം ചെറിയൊരു മഞ്ഞപ്പൊടിയുടെ കുത്തുണ്ട് കായ്, ബാക്കിയൊക്കെ ടേസ്റ്റാ. അപ്പൊ പിന്നെ അങ്ങനെ പറയാൻ പറ്റില്ല. മഞ്ഞപ്പയുടെ കുത്തുണ്ട് കൈസ് എന്ന് പറഞ്ഞ ശരിക്ക് അവ ടേസ്റ്റ് അതില്ല, വ്യാഖ്യാനിക്കാൻ പറ്റില്ല. അത് മനസ്സിലായനക്ക് നീ എന്ത് കുണ്ടി പോയിനാടാ പന്നി. ഞങ്ങളുടെ ഇതില മറ്റേ കായ് ഏതൊരു സിനിമയിൽ എല്ലാ വീഡിയോയും വില്ലൻ ഉണ്ടാവും പറയുന്ന പോലെ ഏതൊരു വീഡിയോയിലും നശിപ്പിക്കുന്ന ഒരാളുണ്ടാവും. ഇതിനെ പോലെ ഉടായി പറയാൻ പറ്റില്ല. മഞ്ഞപ്പയുടെ കുത്തു വന്നിട്ട് ശരിക്കും ടേസ്റ്റ് ഇല്ലാന്ന് പറയണത്. അങ്ങനെ മൃണാളെ പോലെ കഴിക്കണം, അല്ലാണ്ട് ഒരു മാതിരി മറ്റേ സൽമാന്റെ ഫുഡിനെ പോലെ കണ്ട കണ്ടം അടിച്ചു മോറ് വിളിക്കുന്നുണ്ട്. ഇനി ഇതിന്റെ കൂടെ തന്നെ ഇപ്പൊ തന്നെ ഇതും വരുന്ന കാണാം. ചിക്കൻ ടേസ്റ്റ് കൊണ്ട് നല്ല മൊരിഞ്ഞുണ്ട്. അകത്ത് മസാല പിടിച്ചിട്ടുണ്ടല്ല. പച്ച ചമ്മന്തിയിൽ മുക്കാം, ഒരു സവാളയും ഇതും കൂടെ എടുക്കാം. കഴിച്ചോട്ടെ കേട്ടോ. ബിരിയാണി കഴിഞ്ഞിട്ട് ഐസ്ക്രീം തരും. അതെങ്ങനെയുണ്ട്? ചിക്കനാണോ അപ്പ? ബിരിയാണി എങ്ങനെയുണ്ട് മൊത്തത്തില്?